പടമുള്ളൂ ടർബോ കുഴപ്പമില്ല. ഫൈറ്റ് കുഴപ്പമില്ല. നമ്മൾ തമിഴ് പടം കണ്ടൊരു ഫീൽ കൊള്ളാം. മമ്മൂട്ടി കുഴപ്പമില്ല. അങ്ങനല്ലോ നമ്മളിപ്പോൾ പറഞ്ഞു ഇപ്പോൾ സിനിമയുടെ രീതികളൊക്കെ മാറിയിട്ടുണ്ട്. ഇതൊരു പഴയ മേക്കിംഗ് ആണ്. പഴയ ഇത് ജസ്റ്റ് വൺ ടൈം വാച്ച്. നമുക്കിടെ ഈ ഒരു പ്രായത്തിൽ ഈ ഒരു ഫൈറ്റിംഗ് കാര്യമൊക്കെ പുള്ളി ചെയ്യുന്നില്ല. നമുക്ക് ഈ പണ്ട് മനസ്സിലായി ഇതിലിപ്പോൾ പ്രായത്തോടെ കുറച്ച് ഫ്ലെക്സിബിലിറ്റി കൂടുന്ന പോലെ തോന്നി. എടുത്തു പറയാൻ ഇഷ്ടപ്പെട്ടു. എടുത്ത് പറയേണ്ട മമ്മൂട്ടിയുടെ ആക്ടിങ് ഈ പ്രായത്തിലും ആൾ കിടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സെറ്റ് പടം പിന്നെ സെറ്റ്. മമ്മൂക്കയുടെ പ്രായം മറന്നുള്ള ഫൈറ്റ് സീൻസ് ആണ് മൊത്തം. ഒരു ഫാൻ ബേസ് ആയിട്ടാണെങ്കിൽ അല്ലാതെ ഫാമിലി ആയിട്ട് അങ്ങനെ എൻജോയ് പറ്റിയ ഒരു അടിപൊളി സിനിമയാണ്. മസ്റ്റ് തിയേറ്റർ വാച്ച് ചെയ്യുന്നത്. എടുത്തു പറയാൻ എന്താ ഇഷ്ടപ്പെട്ട സിനിമയ്ക്ക് എന്ന് പറഞ്ഞാൽ മുമ്പത്തെ സിനിമയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മമ്മൂട്ടി ആക്ഷനൊക്കെ എന്ന് പറഞ്ഞാൽ നിന്ന് അടിക്കുമ്പോൾ ഇത് പക്ഷേ പറന്നൊക്കെ അടിയുണ്ട്. ഇതിലുണ്ട് വിഷയം പടം അത്രേ ഉള്ളൂ. റിവ്യൂ അറിഞ്ഞണോ ഒന്നും അറിയാതെ വന്നത്. റിവ്യൂ അറിയാതെ ഞാൻ ഇന്നലെ സിനിമ കണ്ടു. രണ്ടാമത്തെ തൊട്ടാണ്. ഇന്നലെ രാത്രി പോയിട്ട് ഇപ്പോൾ രാവിലെ വന്നേക്കാ. 2 വർഷം കാണാൻ ഉണ്ട്. ഇടയ്ക്ക് മമ്മൂട്ടി സ്ക്രീനിൽ വരുമ്പോഴത്തേക്കും കിടിലാണ്. അല്ലാതെ ഇത്തിരി ലാഗ് ഫീൽ ചെയ്ത് മമ്മൂട്ടി വരുമ്പോൾ പക്കയാണ്. കിടിലം പടം ഇത്രേ ഉള്ളൂ. എല്ലാവരും കാണണം. ഒരുപാട് എല്ലാവരും കാണണം. സിനിമയ്ക്ക് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും എല്ലാം അടിപൊളി. മാസ് പടം. മമ്മൂട്ടിയുടെ ഫൈറ്റിംഗ് കാര്യമൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. 73 വയസ്സാകുമ്പോൾ കലക്കിയിട്ടുണ്ട്. സൂപ്പർ മൂവി. ഇഷ്ടപ്പെടുന്ന എടുത്ത് പറയാൻ വേണ്ടി എടുത്ത് പറയാൻ ഇഷ്ടപ്പെട്ട എന്താ സിനിമയ്ക്കകത്ത്? മമ്മൂട്ടി അടിപൊളിയായിരുന്നു. ഫൈറ്റും കാര്യമൊക്കെ അടിപൊളിയായിരുന്നു. മമ്മൂട്ടി ഒരു രക്ഷയില്ല. പിന്നെ പൊന്നി 23 വയസ്സെന്ന് പറയൂ. 73 പിന്നെ ഇല്ല. പക്ഷേ സ്റ്റോറി കേസ് എന്റെ പൊന്നി പോരാ. നമുക്ക് തിയേറ്ററിൽ എന്റർടൈൻ ചെയ്യാനുള്ള പിന്നെ ഒരു രക്ഷയില്ല. സുഖമായിട്ട് കിടന്നു തുടങ്ങിയല്ല. പുലിമുരുകന് മോഡലുള്ള ഫൈറ്റ് ആണ് അങ്ങനെയല്ലോ. ആ പുലിമുരുകൻ എന്തായാലും വൈശാഖ് ഫൈറ്റിൽ പുലിമുരുകൻ എന്തൊരു വിഷയം ചെയ്തു. ഒരു രക്ഷയില്ല. എന്താണ് എടുത്തു പറയാനൊന്നുമില്ല. നമുക്ക് നൈസായിരുന്നു. കൊള്ളായിരുന്നു. നൈസ് മൂവി ആയിരുന്നു. ബട്ട് എക്സ്പെക്ട് ചെയ്ത അത്രയ്ക്കൊന്നും വന്നില്ലായിരുന്നു. ബട്ട് കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. മമ്മൂട്ടി സൂപ്പറായിരുന്നു. അടിപൊളിയായിരുന്നു. DOP ഒരു അടിപൊളി പരിപാടിയാട്ടോ ചെയ്തേക്കുന്നത്. ആ ചില ഫ്രെയിംസ് ഒക്കെ കാണുമ്പോൾ സൂപ്പറായിട്ടായിരുന്നു. പിന്നെ ഒരു അഡ്വൈസ് തരാൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ലോജിക്ക് ഇങ്ങനെ എടുക്കുക, ഒരു അലമാരിക്കകത്ത് വെച്ചിട്ട് പൂട്ടിട്ട് പോവുക. എന്നിട്ട് പോയി സിനിമ കണ്ടാൽ സുഖമായിട്ട് എൻജോയ് ചെയ്യാം. ഫ്രണ്ട്സായിട്ട് മാക്സിമം പോകാൻ നോക്കുക. റിവ്യൂ അറിഞ്ഞണോ ഒന്നല്ല അറിയാതെ അല്ലല്ല, റിവ്യൂ അറിയാതെ നമ്മൾ അത് നോക്കിയില്ലായിരുന്നു. കാരണം നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടാനായിട്ട്. ഇതിൽ മമ്മൂട്ടിയെ കാണണമെങ്കിൽ ഈ സിനിമ ഒന്നല്ലാതെ മമ്മൂട്ടിയുടെ വൺ മാൻ ഷോ രസമായിരുന്നു മൂവി. ഇതിനെക്കാളും കൊള്ളാം. ശല്യമില്ലാതെ ചെയ്തിട്ടുണ്ട്. ഒരു പുതുമയുണ്ട് തമിഴിലേക്ക്. ഫൈറ്റൊക്കെ നന്നായിട്ടുണ്ട്. ചെയ്തെങ്കിൽ സംവിധാനമല്ലേ, ഓരോരുത്തരുടെ ആരോഗ്യം പോലെ. പിന്നെയെങ്കിലും പുതുമയുണ്ട്. ഡയലോഗും കൊള്ളാം, കുഴപ്പമില്ല. മറ്റ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമുണ്ട്. കാണാതിരിക്കണ്ട, നഷ്ടമല്ല. എടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു വോയിസ് ഓവറൊക്കെ ഉണ്ട്. അത് കാണുമ്പോൾ മനസ്സിലാവും. അടിപൊളിയായി. മമ്മൂട്ടി കിടില്ല. പുള്ളി 73 വയസ്സിൽ ഇത്രയും കിടിലായിട്ട് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ 73 വയസ്സിൽ പെട്ടിയിലായിരിക്കും. പുള്ളി തകർത്തിട്ടുണ്ട്. അടിപൊളി. മമ്മൂക്ക തകർത്തു. ഈ പ്രായത്തിൽ മമ്മൂക്ക ചിള്ളം പയ്യന്മാരെ പോലെ ഇരിക്കുകയാണ്. ധനുഷിനെ പോലെ തകർത്തു. ആക്ഷൻ കൊള്ളാം, സൂപ്പർ. മലയാളികൾക്ക് ഇപ്പോഴും ഒന്നുകൂടി അഭിമാനിക്കാം. അത്ര നല്ല സിനിമ. എല്ലാ മലയാളികളും തിയേറ്ററിൽ പോയി കാണുക. മമ്മൂക്കയുടെ സിനിമയെ പ്രോത്സാഹിപ്പിക്കുക. എല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ട സിനിമ. ടർബോ നല്ല സിനിമയാണ്. അത്യാവശ്യം നല്ല ഫുൾ ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നു. മമ്മൂട്ടി നല്ല അത്യാവശ്യം എനർജി ലെവലിലാണ് ഫൈറ്റിംഗ് സീനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അടി ഇടി ഫൈറ്റൊക്കെ കൊള്ളായിരുന്നു. ഈ ഒരു ഏജിൽ നല്ല രീതിയിൽ ചെയ്യുന്ന കാണുമ്പോൾ എന്നാലിപ്പോഴും യങ്ങായിട്ട് യൂത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. എങ്ങനെയുണ്ട് നമ്മളെ രാജ്ബി ഷെട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു കന്നഡ നടന്നതിൽ വില്ലനായിട്ട് ഇറക്കിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇമ്പാക്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഈ സിനിമയിൽ? ഇമ്പാക്ട് ആയിട്ടൊന്നും കൊള്ളായിരുന്നു. ഒരു
ബീജിയം കാര്യമൊക്കെ എങ്ങനെയുണ്ട്? ക്യാമറ ടെക്നിക്കൽ നന്നായിട്ടുണ്ടായിരുന്നു. കൊള്ളായിരുന്നു. കൊള്ളാം, എല്ലാം കൊള്ളാം. ഇഷ്ടമായി.